ഹലോ. ഇന്ന് ജനുവരി 25 നടത്തിയ ഒരു CSEB നടത്തിയ എക്സാമാണ് 1078/26 ഡി കോഡിലുള്ള 24ാമത്തെ ക്വസ്റ്റ്യൻ. അതൊരു ട്രെയിനുമായിട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെങ്ത്ത് കാണാനുള്ളതായിരുന്നു. അതായത് 2 ട്രെയിനിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിലൊരു ട്രെയിനിൻ്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്. മറ്റേ ട്രെയിനിൻ്റെ ലെങ്ത്ത് എത്രയാണെന്നുള്ളതായിരുന്നു കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്താ? എ ട്രെയിൻ റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 60 km/h ടേക്സ് 90 seconds ടു ഓവർടേക്ക് അല്ല. അപ്പോൾ ഒരു ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്താ? 60 km/h ടേക്സ് 90 seconds ആണ്. ടു ഓവർടേക്ക് അനദർ ട്രെയിൻ റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 42 km/h ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോൾ ഇത് 2 ട്രെയിനും പോകുന്നത് ഇത് ഒരു മെയിൻ ഇതാണ്, സെയിം ഡയറക്ഷനാണ് പോകുന്നത്. അപ്പോൾ ആ സെയിം ഡയറക്ഷനിൽ പോകുന്ന ട്രെയിൻ 60 km വേഗതയിൽ പോകുന്ന ട്രെയിൻ ഈ 42 km വേഗതയിൽ പോകുന്ന ട്രെയിനെ ഓവർടേക്ക് ചെയ്യാനെടുക്കുന്ന സമയമാണ് ഈ 90 seconds എന്ന് പറയുന്നത്. അപ്പം ഇതിലെ ആദ്യത്തെ ട്രെയിനിൻ്റെ ഇതെന്ന് പറയുന്നത്, ഫസ്റ്റ് ട്രെയിനിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 200 മീറ്റർ ആണ്. മറ്റത് അതായത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സെക്കൻഡ് ട്രെയിൻ, മറ്റേ രണ്ടാമത്തെ ട്രെയിനിൻ്റെ ലെങ്ത്ത് എത്രയാണെന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇത് ട്രെയിനിൻ്റെ പ്രോബ്ലം കാണാനായിട്ട് ആദ്യം നമുക്ക് തന്ന ക്വസ്റ്റ്യനകത്ത് എന്താണ് ഇത് 60 km/h ആണുള്ളത്. അപ്പോൾ ഈ നമ്മൾ ആദ്യം തന്നെ നമുക്ക് സ്പീഡ് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ആദ്യം തന്നെ കൺവേർട്ട് സ്പീഡ് ടു മീറ്റർ/സെക്കൻഡിലേക്ക്. അതായത് V1 എന്ന് പറയുന്നത് നമുക്ക് ട്രെയിൻ 1 ആണ്, V2 എന്ന് പറയുന്നത് ട്രെയിൻ 2 ആണ്. അപ്പോൾ V1ൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 60 km/h V2 എന്ന് പറയുന്നത് 42 km/h ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കണമെങ്കിൽ km/hനെ മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 60 × 5/18 വെച്ച് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നമുക്ക് ക്യാൻസലേഷൻ കാര്യങ്ങളൊന്നും നടത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് 50/3 മീറ്റർ/സെക്കൻഡ് എന്ന് മാറ്റാം. രണ്ടാമത്തെ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 42 km/hനെ 5/18 ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനെ എന്താ 35/3 മീറ്റർ/സെക്കൻഡിലേക്ക് വരും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇതെന്താ? ഇതിൻ്റെ ഞാൻ പറഞ്ഞ കീ പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ക്വസ്റ്റിനകത്ത് ശ്രദ്ധിക്കണം, സെയിം ഡയറക്ഷനാണ് ഉള്ളത്. അപ്പോൾ സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യണം? V1 - V2, അതായത് ആദ്യത്തേത് രണ്ടാമത്തേത് അങ്ങനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി റിലേറ്റീവ് സ്പീഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പം V1 എന്ന് പറയുന്നത് എത്രയാണ്? 50/3 ആണ്. 50/3 - 35/3 = 15/3 = 5 മീറ്റർ/സെക്കൻഡ് ആണ് ഇതിൻ്റെ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ കണ്ടത്? ലെങ്ത്ത്, അതായത് ഫസ്റ്റ് ട്രെയിൻ ലെങ്ത്ത് എന്ന് പറയുന്നത് 200 ആണ്. അതിൻ്റെ കൂടെ രണ്ടാമത്തെ ട്രെയിനിൻ്റെ ലെങ്ത്തും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടും? നമുക്ക് 2 ട്രെയിനിന് അതായത് മൈനസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്? 200 + L2, അതായത് L2 എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ട്രെയിനിൻ്റെ ഡിസ്റ്റൻസ് ആണ്, ലെങ്ത് ആണ്, = 5 മീറ്റർ/സെക്കൻഡ് × 90. അതായത് ഇത് എത്ര 90 സെക്കൻഡ് കൊണ്ടാണ് മറ്റേ ട്രെയിനിന് ഇത് ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് 200 + L2 = 5 മീറ്റർ/സെക്കൻഡ് × 90 = 450 മീറ്റർ എന്ന് വരും. അപ്പോൾ L2 കാണാൻ നമുക്ക് എന്ത് ചെയ്യാം? 450 - 200 കഴിഞ്ഞാൽ നമ്മളെ 250 മീറ്റർ എന്നുള്ള ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A 250 മീറ്റർ ആണ്.